ആളുകളെ പോലെ അതിലും കൂടുതൽ ഈ സിനിമ റിലീസാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് മനോജേട്ടൻ. അപ്പോൾ മനോജേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വോയിഡ് വളരെ വലുതാണ്. സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും കുറച്ച് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ആ സമയത്ത് അദ്ദേഹം ഉള്ള സമയത്ത് എന്താ പറയുക, ഒരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു നമ്മളെ കൊണ്ടു നടന്നതും കാര്യങ്ങൾ സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും സിനിമ റിലീസാവേണ്ട കാര്യങ്ങളെ പറ്റി അദ്ദേഹം സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഈ സിനിമ റിലീസാവാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണ് ഈ സിനിമയിൽ നിന്ന് ഇതുവരെയുള്ള എൻ്റെ പ്രൊഫൈൽ മറീന മൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമയിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യക്തി തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു, നിന്റെ സിനിമയിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ച് അതിൻ്റെ പ്രൊമോഷൻ നടക്കുന്നുള്ളത്. പക്ഷെ എന്ത് പറ്റി? അപ്പം എടുത്ത് പറഞ്ഞു, അല്ല നിന്റെ ഫോട്ടോ വേറൊരാളെ പോലെ അഭിനയിക്കുന്നത് അത് ഞാനാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ലുക്കിലൂടെ തന്നെയാണ് ഈ സിനിമ കുഞ്ഞാത്തുമായി എന്നിലേക്ക് എത്തിയത്. അപ്പം എൻ്റെ പ്രൊഫൈലിലേക്ക് എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാത്തു. ഒരു ഒസാൻ്റെ മകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളും ഇതിൽ അഭിനയിച്ച ആളുകൾ എല്ലാം നാടക രംഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ മുഹമ്മദ് പേരാമൻ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ്റെ റോൾ ചെയ്ത ആൾക്കാരൊക്കെ ലെജൻസാണ്. വെരി ഫാൻ. ഒത്തിരി കാലങ്ങൾ ഒത്തിരി പാർട്ടിസാരി ഒരുപാട് വലിയ ആളുകളുടെ കൂടെ സത്യത്തിൽ എനിക്ക് സ്ക്രീൻ പങ്കിടാൻ പറ്റിയ ഒരു നമ്മൾ പറയില്ലേ പഠനം എന്ന് പറയില്ലേ, അത് ഞാൻ ഒരു തിയേറ്ററിലോ ആക്ടിങ് ക്ലാസ്സിൽ പോകുന്നതിന് പകരം ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാൻ കോഴ്സ് എടുത്ത പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് സിനിമയിൽ കഴിഞ്ഞപ്പോൾ. ബിക്കോസ് മുഹമ്മദ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരുമായിരുന്നു നമുക്ക്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. അപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമ. ശ്രീദേവേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് കാണാൻ പറ്റില്ല. പിന്നെ ഈ മലബാർ ലഹളം കലാഹം അതെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ്, എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾ ചേക്കു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന എൻ്റെ ഹീറോ ആണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഞാനുള്ള കോമ്പിനേഷൻ സീൻസും പിന്നെ അപ്പുണ്ണിച്ചേട്ടനൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. അപ്പം കുഞ്ഞാത്തു എന്ന് പറഞ്ഞ ഒരാൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുഞ്ഞാത്തുവിനെ പോലെയുള്ള കുറേ കുഞ്ഞാത്തുകൾ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ചേക്കൂനെ പോലെയുള്ള കുറേ ആളുകളുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു ഫിക്ഷൻ ആൻഡ് റിയാലിറ്റിയോടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്, നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നതിലും സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിലും. ആൻഡ് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം. ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല, ഇനി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പ്രൊഡ്യൂസറിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു ദരിദ്രനായ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്ത ഒരാൾ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ജീവിക്കാൻ എന്ത് ചെയ്യണം, ആ ലഹളയിൽ ചേരണോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണോ, എങ്ങനെ നിന്നാൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ആത്മസംഘർഷം ഉണ്ട് അദ്ദേഹത്തിന്. ആ ആത്മസംഘർഷവും അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു പ്രണയമാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദു മുസ്ലിം സംഘർഷമില്ലാതെ ഈ സിനിമ എങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരു സംഘർഷത്തിന്റെ ഒരു ആംഗിളിലല്ല. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വെടി ഇടി പുക ഈ സാധനങ്ങൾ ഇല്ല ഈ സിനിമയിൽ. ഒരു ബ്ലഡ് പോലും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരെ ബോട്ടിന്റെ ശബ്ദമോ വെടിവെച്ച് ഈ സിനിമയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പൊ അതില്ലാതെ തന്നെ മലബാർ കലാപത്തിന്റെ ഒരു പശ്ചാത്തലത്തിലെ ഒരു മനോഹരമായ സിനിമ എങ്ങനെ പറയാമെന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ലഹള നടക്കുന്നുണ്ട്. ആ ലഹള ഒരു പുഴയ്ക്ക് അക്കരയും ഇക്കരയായിട്ട് നടക്കുന്നു. അതിന്റെ അവസാന സമയത്തേക്ക് ഏത് സമയവും ഒരു നമ്മളിലേക്ക് ലഹള കടന്നു വരുമോ അല്ലെങ്കിൽ ഒരു സംഘർഷം കടന്നു വരുമോ, അങ്ങനെ ഉണ്ടല്ലോ. ഒരു ഭീതിയോട് കൂടിയിട്ട് ഒരു മനുഷ്യന് ജീവിക്കേണ്ടി വരിക. നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരുമോ എന്ന് പറയുന്ന ഒരു ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു നിഷ്കളങ്കരായിട്ടുള്ള കുറെ ആളുകളുള്ള ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ലഹള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഹള എവിടെയോ നടക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരാം എന്നാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അല്ല ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുന്ന സിനിമകളാണ് മലബാർ കലാപത്തിനെ ബേസ് ചെയ്തിട്ട് വന്ന സിനിമകൾ.
സുരേഷ് ഗോപിയുടെ JSK അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണ്? ഒരിക്കലുമില്ല. ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഇത്തരം സെൻസർ ബോർഡിൻ്റെതായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന പോലെ ഓരോ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടോ ഒരു ധാരണയും അല്ലെങ്കിൽ അത്ര ബോധമല്ലായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴല്ല. കാരണം ഈ സിനിമ ഒറ്റ സ്ക്രീനിൽ തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്ന സിനിമയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു വലിയൊരു സബ്ജക്റ്റ് ഒരു കട്ടിങ് പോലും ഇല്ലാതെ, ഒരൊറ്റ കട്ടിങ് പോലും ഇല്ലാതെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അടിച്ചെന്നൊരു സിനിമയാണ് ജഗള എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, അലി അക്ബറിന്റെ മൂവി അല്ലെങ്കിൽ വേറെ കുറെ സിനിമകൾ അനൗൺസ് ചെയ്തു തരും. അത്തരം സിനിമകളിൽ നിന്ന് മാറിയിട്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ഈ വിവാദങ്ങളൊന്നും അതിനെ മാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല ഈ ടൈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഈ കൊമേഴ്ഷ്യൽ കാലഘട്ടം